ഗുഡ് ആഫ്റ്റർനൂൺ, രതീഷ് പരപ്പനങ്ങാട് കേട്ടോ. ഇത് കണ്ടങ്ങള് ഇത്രയും വൃത്തിയും ഇത്രയും ക്വാണ്ടിറ്റിയും ചെയ്തൊരു വാട്ടർ പ്രൂഫ് വർക്കാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോണത് കേട്ടോ. കസ്റ്റമർ ഹാപ്പി. ആഫ്റ്റർനൂൺ, രതീഷ് പരപ്പനങ്ങാട് കേട്ടോ. നമ്മളെ വാട്ടർ പ്രൂഫിന്റെ ഫിനിഷിങ് വർക്കിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, രതീഷ് പരപ്പനങ്ങാട് കേട്ടോ. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഒരു വാട്ടർ പ്രൂഫ് ചെയ്യണ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ വിശാഖ് ബ്രോ ഒരു തുണിയൊക്കെ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് ബ്രോനോട് തന്നെ ചോദിക്കാം. ബ്രോ എന്താ സംഭവം? ഇത് നമ്മൾ വാട്ടർ പ്രൂഫിന്റെ റെക്നോ ഷീറ്റ് എന്ന് പറയുന്ന സാധനം. റെക്നോ ഷീറ്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വാട്ടർ പ്രൂഫിന്റെ പണിക്കും നമ്മൾ മുക്കിനും മൂലയിലും ഷീറ്റ് വെക്കുന്നത് ഏറ്റവും നല്ലൊരു ഉത്തമമായ കാര്യം. അത് ശരി. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഈ നെറ്റ് വെക്കാൻ പറ്റും. ഇതിന്റെ മുകളിലാണ് നെറ്റ് വെക്കുക അല്ലേ? ഓക്കെ ഓക്കെ. നല്ല ഫിനിഷിംഗ് ആവും. എല്ലാ ലീക്കിനും നല്ലൊരു ഉത്തമ കാര്യം. അതെ 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 അതെ. ഇതിപ്പോ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? സിമെന്റ് ആണ്. മാഗ്നോ ഫിക്സും പിന്നെ SPR മിക്സ് ചെയ്തിട്ടില്ലേ? നമ്മളൊരു കെമിക്കൽ ഉണ്ടാക്കിയത്. അത് നമ്മൾ അതിന് ഈ അത്രയൊരു നെറ്റ് ഒട്ടിക്കാൻ വേണ്ടി ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ഉണ്ടാക്കിയതാണ്. എന്നിട്ടാണ് നമ്മൾ ഇത് വെക്കുക. ഓക്കെ 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 ഓക്കെ. എന്നാ പിന്നെ അതൊന്ന് ചെയ്യണമെന്ന് നമുക്കൊന്ന്. ഷീറ്റ് ഇതായിട്ട് നമ്മൾ ഗ്രൗട്ടിലുള്ള ഫിനിഷിംഗ് ആയിട്ട് മുക്കി എടുത്തിട്ട് വേണം ചെയ്യാനല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എല്ലാം മൂലകളിലെ ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു ഇത്. ഇങ്ങനെ ഒരു ഷീറ്റ് എല്ലാ മൂലയിലും മുക്കിലും ചെയ്യുമ്പോൾ നമുക്ക് ലീക്കിന് പരമാവധി ലീക്ക് തടസ്സം കുറയുള്ളൂ അല്ലേ? നമ്മൾ നീളത്തിൽ ഇങ്ങനെ വെക്കുക. ഇതിപ്പോ 2 ലെയർ നമ്മൾ ഫസ്റ്റ് കൂട്ടി കഴിഞ്ഞതാണ് ഈ ഏരിയ അല്ലേ? 2 ലെയർ. ഇതേപോലെ തുണി കഴിഞ്ഞിട്ടുണ്ടോ? തുണി ഇതേപോലത്തെ ഇത് വെച്ചിട്ടുണ്ട്? വെച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണി വെക്കുകയാണ് അല്ലേ? ഇതിന്റെ മേലെ നെറ്റ് വെക്കും. ഇതിന്റെ മുകളിൽ നെറ്റ് വെക്കും. അപ്പൊ എത്ര കോട്ടിങ് വരുന്നത്? ഇത് മൊത്തം 7 ലെയർ. 7 ലെയർ വരും അല്ലേ? 3 ലെയർ നമ്മൾ വൈറ്റ് തന്നെ വരും. ഡാംഷുവറിന്റെ HD വൈറ്റ് 25% ചൂട് കുറച്ചുള്ള HD വൈറ്റ് വരും അല്ലേ? ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എയർ കുടുങ്ങാതെ വിരിക്കണം. അത് ശരി. എത്ര നമ്മൾ അമർത്തിയിട്ട് എയർ കുടുങ്ങാത്ത രീതിയിൽ വേണം വിരിക്കാൻ. എയർ കുടുങ്ങിയ ഒരു പൊള്ള മാതിരി വരും. പിന്നെ ഒരു ബോറായിട്ട് കാണിക്കും. ബോറ് മാത്രമല്ല, നമുക്ക് പിന്നെ അത് അമർത്തുമ്പോൾ ഒരു ഇത് കിട്ടൂല, പൊള്ള മാതിരി. പരമാവധി നമ്മൾ അടിച്ചിട്ടായാലും എയർ പൂക്കുക. ഇതിപ്പോ നമ്മള് നെറ്റല്ല ഇനിയിപ്പോ അടുത്ത് ചെയ്യണേ? അടുത്ത നെറ്റാണ്. ഈ ഫ്ലോറിൽ നമ്മൾ ഇവിടെ ഫുള്ള് തേപ്പിന്റെ വിള്ളല് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഫുള്ള് പൊള്ളേനി. നമ്മളിതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കോട്ടിങ് പ്രൈമർ അടിച്ചിട്ട് മാഗ്നോഫിക്സും പിന്നെ SPR സിമെന്റും പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രൈമർ 2 കൂട്ട് നല്ല അടിച്ച് ഇറക്കി കൊടുത്തതിന് ശേഷം റെക്നോ ഷീറ്റ് ഇതേമാതിരി കെമിക്കലിൽ മാഗ്നോഫിക്സും SPR സിമെന്റും പാടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് റെക്നോ ഷീറ്റ് മുക്കിങ്ങാണ്ട് നമ്മൾ ഷീറ്റ് ഫുള്ള് ഈ ഭാഗം ഫുള്ള് ഒട്ടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ വരുന്നത് നെറ്റ്. അതിന് ഇതിപ്പോ ഡാംഷുവറിന്റെ കമ്പനിയാണ് നമ്മൾ ചെയ്യല്. 45 നെറ്റ് ചെയ്യേണ്ട ഉദ്ദേശം ചെയ്യുന്നപ്പോൾ നമ്മൾ ഈ വിള്ളലുകൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മെയിൻ തേപ്പായാലും ഇത് തേച്ച ഭാഗം കൂടുതൽ ക്രാക്ക് ഇല്ലാതാക്കാനാണ് നമ്മൾ നെറ്റ് വെക്കുന്നത്. ഈ 45 mm ഉള്ള നെറ്റാണ്. തിക്നെസ് കൂടിയ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ മേലെ എങ്ങനെ ഗ്രൗട്ടാണ് ചെയ്യുന്നത്? അല്ല, ആ പശ ഇത് നമ്മളെ കെമിക്കലാണ് ചെയ്യുന്നത് അല്ലേ? മാഗ്നോഫിക്സും ഡാംഷൂറിന്റെ മാഗ്നോഫിക്സ് സ്പിയാറും സിമെന്റും പാടെ മിക്സ് ചെയ്തിട്ടുള്ള കെമിക്കലാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നെറ്റ് വെച്ചതിന് ശേഷം ഇതിന്റെ മേലെ ഒരു പ്രൈമർ കൂടി വരും. അതേമാതിരി ഒരു പ്രൈമർ കൂടി വരും അല്ലേ? എന്നിട്ട് അതിന്റെ മേലാണ് നമ്മളെ പോളിഫിക്സ് HD ഡാംഷൂറിന്റെ 3 കോട്ടിങ് വരുന്നത്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഒന്നും കൂടി വന്നതിന്റെ ശേഷമാണ് 3 ലെയറായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് വെയിലത്തും. നിങ്ങൾ എത്ര വാറന്റിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടോ? അത് എത്ര വാറന്റി ഒക്കെ കൊടുക്കണ്ടല്ലേ? ഇത് സ്ക്വയർ ഫീറ്റ് അല്ലേ നമുക്ക് റേറ്റ് വരുന്നത്? അത് നമ്മൾ സ്ലാബിന്റെ അനുസരിച്ച് നമ്മൾ പോയി നോക്കിയതിന്റെ ബാക്ക് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് പറയല്ലേ? ഇതിപ്പോ ഈ വർക്ക് ഇപ്പൊ എത്ര ദിവസം കൊണ്ട് കഴിയും ഫിനിഷ് ആവും? ഇതിപ്പോ നമ്മൾ ഒരു 3 ദിവസം കൂടി എടുത്താൽ ഇതിന്റെ വർക്ക് ഫിനിഷിംഗ് ആക്കാൻ പറ്റും. ഇതിപ്പോ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇതിപ്പോ വർക്ക് തുടങ്ങിയിട്ട് നമ്മളിപ്പോ ആദ്യം നമ്മൾ ഇത് ഫുള്ള് പൂപ്പല് ചണ്ടി ചമ്മലൊക്കെ നമ്മൾ നല്ല മോട്ടർ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ പ്രൈമർ അടിച്ച് കയറ്റി. അപ്പോൾ പ്രൈമർ 2 കൂട്ടം അടിച്ച് കയറ്റി ഏകദേശം ഇപ്പോൾ ഒരു 3-4 ദിവസത്തെ പണിയായി. മെയിൻ ക്രാക്കുള്ള ഭാഗം ഇവിടെ ഈ ഭാഗത്തിലെ പെരയിലേക്കും ഡേഞ്ചർ ഭാഗം ഇത് ചുമരിലേക്ക് ഫുള്ള് വെള്ളം എടുത്തിട്ട് നമുക്ക് വയറിങ്ങിനൊക്കെ ബാധിക്കുന്ന ഭാഗം. അപ്പോൾ ആ ഭാഗം ഞങ്ങൾ ആദ്യം ഫിനിഷിംഗ് ആക്കി വെച്ച്. ഇനിയിപ്പോ 3 ദിവസം കൊണ്ട് കഴിയാം. 4 ദിവസം എത്ര ദിവസം? ഇനിയിപ്പോ ഇതിന്റെ മേലെ നാളെ ഒരു പ്രൈമർ കോട്ട് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സെറ്റ് ആവേണ്ടി വരും. നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയല്ല. പലരും പലമായി ചെയ്യുന്നുണ്ട്. നമ്മളതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സെറ്റ് ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഉചിതം ഒന്ന് കഴിഞ്ഞതിന് ശേഷം കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് തന്നെ നാളെ ചെയ്യണം. ഏറ്റവും നല്ലത്. ഇത് വെയിലിന്റെ ആവശ്യമുണ്ടോ? വെയിൽ വേണം അല്ലേ? വെയിലില്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ കിട്ടൂല. ഓക്കെ. ഒക്കെയാണ് മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഫിനിഷ് ബായ് ഒന്ന് പറഞ്ഞോളി. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം പ്രൈമറിന് അടിക്കേണ്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് SBR SBR. അപ്പൊ SBRന്റെ ഇതാണ് SBR. ഓക്കെ. ഇത് മാഗ്നോഫിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനമാണ്. ഓക്കെ. രണ്ടും പാടെ SBRും മാഗ്നോഫിക്സും സിമെന്റും പാടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വിരിക്കണക്കാട്ടി മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. അത് 2 കൂട്ട് നിർബന്ധമായിട്ടും ആദ്യം അടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ മുക്കിലും മൂലരും ഏത് തരാൻ്റെ എല്ലാ മുക്കിലും മൂലരും ടെക്നോ ഷീറ്റ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഈ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെങ്ങാണ്ട് വിരിക്കണം. അതാണ് ഏറ്റവും മെയിൻ കാര്യം. ഇത് വിരിക്കാതെ ഒരിക്കലും നിൽക്കരുത്. ഇതാണ് ഈ ഏറ്റവും കൂടുതൽ എല്ലാ ലീക്ക് വരാതിരിക്കാനല്ല. കാരണം നമ്മൾ എല്ലാ ഒറ്റ ഭാഗത്തും ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ ഇത് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഇത്. പിന്നെ എന്നുള്ളത് നമ്മളെ നെറ്റ് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള എല്ലായിടത്തും മൊത്തം അത് ഫൈബർ ഗ്ലാസ് മെഷാണ്. 45 mm. 45 mm. ഓക്കെ. 45 mm വരുന്ന ഷീറ്റാണ്. അത് ഷീറ്റ് എല്ലായിടത്തും നമ്മൾ വിരിക്കുക. എല്ലാം ഫിനിഷിംഗ് ആയിട്ട് ഒരു കണ്ണി ഉള്ളു തീർത്ത് കണ്ട് അടിച്ച് ഉള്ളു ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് വിരിച്ചിട്ട്. പിന്നെ വരുന്ന സാധനമാണ് നമുക്ക് ഡാംഷൂറിൻ്റെ ഈ നെറ്റ് വിരിച്ച് പ്രൈമർ അടിച്ചതിൻ്റെ ശേഷമുള്ള സിസ്റ്റം. പ്രൈമർ അടിച്ചതിന് ശേഷം നെറ്റ് വിരിച്ചതിൻ്റെ അതിൻ്റെ പിറ്റേന്ന് പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് അടിക്കാനുള്ള നമ്മളെ പ്രൊഡക്റ്റാണ് ഡാംഷൂറിൻ്റെ പോളിഫിക്സ് HD. ഇത് എവിടെ നിന്നാണ് എടുക്കണേ? ഷോപ്പ് നമുക്ക് ഷോപ്പ് വരെ നമുക്ക് എത്തിച്ചേരും അല്ലേ? ഓക്കെ. ഒരേ പ്രൊഡക്റ്റാണിത്. അത് ശരി. ഇത് നമുക്ക് 3 ലെയറായിട്ട് വേണം അടിക്കാൻ. 3 ലെയറായിട്ട് ഇത് മാത്രം? നമുക്ക് ഇത് 25% ചൂട് കുറയ്ക്കും. അങ്ങനെ ഒരു പ്രത്യേകത മെയിൻ കാരണമാണ്. ഇത് ചൂട് കുറയ്ക്കാറിനെ താഴേക്കാണോ മുകളിലാണോ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അടിയിലേക്ക് ചൂട് കുറയും. അങ്ങനെ ഉണ്ടല്ലേ? ഏറ്റവും വലിയ പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഏത് വെയിലത്തും വന്നാലും നമുക്ക് ഉച്ച നേരത്ത് വന്നാലും ധൈര്യത്തിൽ നിങ്ങൾ കയറി നിന്നാൽ നിങ്ങൾക്ക് അതിന്റെ സിസ്റ്റം മനസ്സിലാവും. ഏത് വെയിലത്ത് വന്നാലും നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ നമുക്ക് സൂര്യപ്രകാശം വല്ലാണ്ട് ഏൽക്കൂല. വൈറ്റ് കളറാവും. അട്രാക്ഷൻ ചെയ്ത് ഒഴിവാക്കാനുള്ള സംഗതി കൂടി ഇതിലുണ്ട്. ഇതാണ് ഓരോ മെയിൻ സംഗതി. ഇത് 3 കോട്ട അടിച്ചാൽ ഒരു പേടിയും പേടിക്കണം.
പിന്നെ വരുന്നത് അതോ ആ കാണുന്നത് ഇത് എസ്പിയറിന്റെ വലുതാണ്, ചെറുതാണ് അല്ലേ. ഇതാണ് നമ്മളെ ഫിനിഷിങ്ങിൽ വരുന്നത് അല്ലേ. ഫിനിഷിംഗ് വരുന്ന സാധനം. ഓക്കെ ഓക്കെ. ഇത് അടിച്ചിട്ട് നമുക്ക് പെര തന്നെ നമുക്ക് ഫുള്ള് വൈറ്റ് ആവും. ഓക്കെ എന്നാൽ ഫസ്റ്റ് ലെയർ ഇതാ അടിച്ചു തുടങ്ങുകയാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിശാഖ് ബ്രോ പറഞ്ഞോളി എന്തൊക്കെയാണ് ഫസ്റ്റ് കോട്ട് ഇതാ അടിച്ചു തുടങ്ങണേ. നമ്മൾ ഫസ്റ്റ് ഇതാ നമ്മളെ ഡാംഷുവറിന്റെ പോളിഫിക്സ് HD ഫസ്റ്റ് പ്രൈമർ അടിക്കണല്ലേ. ഇന്ന് അടിച്ച് മൊത്തം അടിച്ചു തീർക്കോ? പിന്നെ സെക്കൻഡ് ലെയർ ഒന്ന് അടിക്കാൻ നാളെ അടിക്കും അല്ലേ. പിന്നെ മൂന്നാമത്തെ മറ്റന്നാൾ അതോടെ ഫിനിഷിംഗ് ആവും അല്ലേ. പിന്നെ നിങ്ങൾ ഇതിലേക്ക് അത് സിമെന്റ് അത് ഉപയോഗിക്കുന്നത്? അൾട്രാടെക് അല്ലേ മൊത്തം. ശരി. പിന്നെ നമ്മളിപ്പോ സിമെന്റ് പ്രൈമർ ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ഫസ്റ്റ് കോട്ടിങ് അടിക്കല്ലേ. ഇത് 3 കോട്ടിങ് വരും. ഇത് ഉണങ്ങിയതിന് ശേഷം നാളെ ഒന്ന് മറ്റന്നാൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഉണങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. സൈഡൊക്കെ കറക്റ്റ് ഫില്ലാക്കി എല്ലാ ഭാഗവും കറക്റ്റ് ഫില്ലായിട്ട് പോകും. ഇത് 3 ലെയർ വരുമ്പോ തന്നെ നമുക്ക് 25% ചൂട് കുറയില്ല. നിങ്ങൾ ഇന്നാൾ പറഞ്ഞല്ലോ കുറയില്ല. അത് അടിയിൽ കൂളിംഗ് വരും. കൂളിംഗ് വരും. നല്ല സുഖമാണ്. ഏത് വെയിലത്ത് നമുക്ക് ഇവിടെ കയറി നിൽക്കാം. ഇവിടെ നിൽക്കാം. ഉള്ളിലേക്ക് ചൂട് പറയും. അതാണ് ഇതിന്റെ മെയിൻ കാരണം. ഓക്കെ. ഈ വാട്ടർ പ്രൂഫിന്റെ ഫിനിഷിംഗ് വർക്കിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശാഖിനോട് തന്നെ ചോദിക്കാം. ബ്രോ ഇത് ഫിനിഷിംഗ് വർക്കിലാ? ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ്. ഇതോടെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ചവിട്ടുമ്പോൾ തന്നെ നല്ല കൂളിംഗ് വരാൻ തുടങ്ങിയല്ലോ. അപാര കൂളിംഗ്. ഇതിപ്പോൾ അടിയിലേക്ക് ഉണ്ടാവും താഴേക്ക് ഉണ്ടാവോ? താഴേക്ക് നമുക്ക് സൂര്യപ്രകാശം ഏൽക്കൂല. ആ തണുപ്പ് ഈ തണുപ്പ് അടിയിലുണ്ടാവും. ഇതിപ്പോൾ ഏത് വെയിലത്ത് ഇവിടെ വന്ന് കിടക്കല്ലേ. ഈ തണുപ്പുണ്ടാവും. ഇത് ഇനി നനച്ചു കൊടുക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഫിനിഷ് ചെയ്ത് പോയാലും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മെയിനായിട്ട് കാര്യം നമ്മൾ ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇതിന് മേലെ കയറിയാണ്ട് 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇത് ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ തട്ടി വൃത്തിയാക്കണം. അതാണ് ഏറ്റവും മെയിൻ കാരണം. ഫസ്റ്റ് ലെയർ തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ. ഇന്നത് വൈകുന്നേരത്തോടെ ഫിനിഷ് ആവോ? ഇതിപ്പോൾ എത്രയാണ് മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നേ? ഇതിപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 3000 അടുത്ത് കിട്ടാം. 3000 അടുത്തില്ലേ. ഇതിന്റെ മുകളിലേക്കൊക്കെ ഉണ്ടല്ലേ. അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞോ? മൊത്തം ഭാഗം ഉണ്ടല്ലേ. ഈ വീട് അത്യാവശ്യം പഴക്കം ഉണ്ടാവൂലേ. ചോർച്ചുള്ള വീടാ. ഇതൊരു ടീം വന്ന് ചെയ്തിട്ട് ലീക്കായിട്ട് പിന്നീട് നമ്മൾ ചെയ്യാനല്ലേ. ഇതിന് മുന്നേ ചെയ്തിരുന്നില്ല? മുന്നേ 2 ടീം ചെയ്തിട്ടുണ്ട്. പിന്നെ അവനോട് ഞങ്ങള് ഇത് ചോർച്ച നിർത്തി തരാന്ന് പറഞ്ഞു. ഗ്യാരണ്ടി നിങ്ങൾ കൊടുത്തതിന് ശേഷം. ഇതിപ്പോ ഞാൻ അതിശക്തമായ വെയിലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് ചെയ്താലും ഇത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നല്ല ശക്തമായിട്ടുള്ള വെയിലാണെങ്കിലും നമുക്കൊരു സൂര്യപ്രകാശം ഇതിന് മേലത്തിന് ചവിട്ടിയാൽ തന്നെ നമുക്ക് ഏൽക്കൂല. അടിക്ക് ആ കൂളിംഗ് ഉണ്ടാവും ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. നല്ല അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് ഫാന് വേണ്ടെന്ന് പറയാം. അത് ശരി. അത്രയും കൂളിംഗ് ആവും. അടിപൊളി. പിന്നെ ഈ ഭാഗമൊക്കെ നമ്മളിത് ഈ ഭാഗം കംപ്ലീറ്റ് ഡാമേജ് ആയിരുന്നു. ഒരു എന്താണ് കോൺക്രീറ്റ് ചെയ്ത് ഫുള്ള് ലീക്ക് ആയിരുന്നു. അതിന്റെ അടിയിൽ പോയാൽ കാണാം. അതിന്റെ അടിയിൽ ചുമര് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറത്തും അടിക്കും. നമ്മള് സ്വിച്ച് ബോർഡും കാര്യങ്ങളുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങളെ ഈ റൂമിൽ കിടക്കാൻ പറ്റില്ല. അത്രയും വെള്ളം. ഇതിപ്പോ എന്താ ചെയ്ത് നിങ്ങള് ആദ്യം വരെ ചെയ്ത് കോൺക്രീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഷീറ്റ് ഉണ്ട് ഇതിന്റെ. അത് ഫസ്റ്റ് ഇതിൽ നമ്മൾ കാണിച്ചിരുന്നു. പൊട്ടിച്ച് കംപ്ലീറ്റ് പിന്നെ അത് ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ കോൺക്രീറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എത്രത്തോളം ഉഷാറാവുന്ന നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ഇഷ്ടമാണ്. ഇപ്പൊ എന്തായാലും ഇന്നത്തോടെ നിങ്ങൾ വർക്ക് ഇവിടെ കഴിയും. വർക്ക് നമ്മൾ കഴിയും. അപ്പോൾ ഒരു പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണം. വർക്ക് ഒന്ന് ചെയ്ത് കൊടുക്കും. അത്രയും വൃത്തിയില ചെയ്ത് കൊടുക്കാം. മറ്റുള്ള ആൾക്കാരൊക്കെ ലിക്വിഡില് കൂടുതൽ ഇതില് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കൂടുതൽ ചെയ്യുക. വെള്ളം നമ്മളൊന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് എടുത്ത് ഇപ്പൊ ഞങ്ങൾ 5-10 ബക്കറ്റ് ഇത് ഇറക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റൂല. തീരെ ഒഴിക്കില്ല. വെള്ളം തീരെ തുടിക്കാൻ പാടില്ല. കമ്പനി ഇതിലൊന്നും ചേർക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അതേ രീതിയിൽ ചില ആൾക്കാർ ലാഭത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളം ഒഴിച്ച് ഇതാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ ബാത്റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമുകളൊക്കെ ഞങ്ങൾ ചെയ്ത് എൽ സെന്ററിൽ ഒരു ബാത്റൂം ചെയ്തിട്ട് വെള്ളം കെട്ടി നിർത്തണം. അത് ശരി. നമ്മള് ലീക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വാട്ടർ ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ. അത് ശരി. എത്ര ദിവസം വെള്ളം നിർത്തിയാ? അല്ല, അതൊരു ദിവസം ഫ്ലോറിൽ കൂടുതൽ ദിവസം വെള്ളം നിർത്താൻ പറ്റൂല. കെട്ടി നിർത്താൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ കംപ്ലീറ്റ് ഇവിടെ മെയിൻ ലീക്ക് ഇവിടെ ഈ ഭാഗത്തും ആ ഭാഗത്തും. അപ്പൊ ഇവിടെ ഞങ്ങൾ കംപ്ലീറ്റ് വെള്ളം കെട്ടി നിർത്തും. വൃത്തിയിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അടിയിലേക്ക് ലീക്ക് ഉണ്ടോ നോക്കും. വാട്ടർ സ്റ്റേഷൻ വന്നാൽ നിങ്ങൾക്ക് കാണാം. ആയിക്കോട്ടെ, നാളെ ഒന്ന് വന്ന്. ഹലോ, നമ്മളെ വാട്ടർ പ്രൂഫിന്റെ
ഫുൾ വർക്ക് ഫിനിഷായി നിൽക്കണ കേട്ടോ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ വർക്ക് എടുത്ത ആളുകളാണിത്. ബ്രോ ഫുള്ള് ഫിനിഷായില്ലേ? എന്നതോടെ ഫിനിഷിങ് ആക്കിയിട്ടല്ലേ. ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ ഭയങ്കര കൂളിംഗ് ആണല്ലോ വരുന്നേ. ഇതിപ്പോൾ ഇത്രയും വെയിൽ തണുപ്പ് നിൽക്കും. 2:05 നല്ല വെയിലാ. ഇവിടെ നിന്ന് ഭയങ്കര തണുപ്പും. ഇത് എല്ലാ കാലവും ഉണ്ടാവും അല്ലേ ഇങ്ങനെ തന്നെ? ക്ലിയർ ചെയ്ത് കൊടുക്കാം. കഴുകല്ലേ? മൊത്തം ഒരാഴ്ച വാട്ടർ ടെസ്റ്റ്. ഒരാഴ്ച ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും. ലീക്കുള്ളടത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ലീക്ക് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അതൊക്കെ. ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ലീക്ക് ഉണ്ട്. കസ്റ്റമർ ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര ലീക്കായിട്ട് ഇതിന്റെ റൂമാണ് ഇതിന്റെ അടിയിൽ ഇറത്തടിച്ചിട്ടും. നോക്കട്ടെ, അങ്ങനെ വിട്ടുന്നെടുക്കുമ്പോ